ओम सहनाववतु ओम सहनौ भुनक्तु सह वीर्यं करवावहयं तेजस्विनावधीतमस्तु मा विद्विषावहयम्। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिविद्यानगम्यं वंदे विष्णुभवहरं सर्वलौकिकनाथम्। ओम गुरुर्ब्रह्मो गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्मं तस्मै श्री गुरुवे नमः। अखण्डमण्डलाकारं व्याप्तायेन चराचरं तात्पदं दर्शितं येन तस्मै श्री गुरुवे नमः। എല്ലാവർക്കും നമസ്കാരം. ലോണിലെസ് ടു ജോയ് എന്നുള്ള ഈ യോഗ പരിപാടിയിലേക്ക് ആദ്യമായി എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഒരു യോഗ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ചെറിയൊരു കാര്യം, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ശ്വാസം എടുക്കാൻ പറ്റുന്ന ആർക്ക് വേണമെങ്കിലും ഈ യോഗയിൽ പങ്കെടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്വാസം നമ്മളെ നിയന്ത്രിച്ചാൽ തന്നെ നമ്മുടെ നമുക്ക് ദേഷ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നല്ല ഡീപ്പ് ശ്വാസമൊക്കെ എടുക്കുന്നതായിട്ട് കാണാം. പിന്നെ നമ്മൾ തുടക്കത്തിൽ ചൊല്ലുന്ന കുറച്ച് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് യോഗയെ സംബന്ധിച്ചിട്ട്. അപ്പം അത് ചില മതസ്ഥർ ഉണ്ട്, അത് പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു യോഗയിനകത്ത് ബ്രീത്തിങ്ങിന്റെ കൂടെ ഓം എന്നുള്ള ഉച്ചാരണമാണ് സാധാരണ കൊടുക്കാറുള്ളത്. പക്ഷേ ഓം എന്നുള്ള ഉച്ചാരണം ഉച്ചരിക്കാൻ പറ്റാത്ത മതസ്ഥർ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവര് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മള് ഓം എന്ന് പറയേണ്ട ആ ഉ ഓ ഈ മൂന്ന് ശബ്ദമാണ്. ആ ഉ ഓ വയറ്റില് കൈവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ എന്ന ശബ്ദം നിങ്ങൾ പുറപ്പെടുമ്പോൾ വയറ്റിൽ കൈവച്ചു, ഊ എന്ന ശബ്ദം നെഞ്ചത്ത് കൈവച്ച് അതിന്റെ വൈബ്രേഷൻ മനസ്സിലാവും. ഓ എന്ന ശബ്ദം മുഖത്ത് കൈവെക്കുമ്പോഴും അതിന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു നാഡീശോധന പ്രാണായാമമാണ്. നാഡീശോധന പ്രാണായാമത്തിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂക്കിലെ കൂടി ശ്വാസം എടുത്തിട്ട് മറ്റേ മൂക്കിലെ കൂടി വിടുക, പിന്നെ അതേ മൂക്കിലെ കൂടി ശ്വാസം എടുത്തിട്ട് ഇപ്പുറത്തെ മൂക്കിലൂടെ വിടുക. അതിന് മുദ്രകളൊക്കെ ഉണ്ട്, പക്ഷെ മുദ്രകളൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സൗകര്യം എന്താണോ, എനിക്ക് സൗകര്യം ഇങ്ങനെയാണ്. ഇത് 10 കൗണ്ട് വരെ ചെയ്യുക. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ചെയ്തു തുടങ്ങുക. സ്റ്റാർട്ട്. അപ്പം ആദ്യം ഇടത് നാസികയിലെ കൂടി ശ്വാസം അകത്തേക്ക് എടുക്കുക, വലത് നാസികയിൽ കൂടി പുറത്തേക്ക് വിടുക, വീണ്ടും വലത് നാസികയിൽ കൂടി ശ്വാസം എടുത്ത് ഇടത് നാസികയിൽ കൂടി പുറത്തേക്ക് വിടുക. അതിന്റെ ക്രമം എന്നുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതിനും കൂടുതൽ സമയം നമ്മൾ പുറത്തേക്ക് വിടുന്നതിന് ചെലവഴിക്കണം എന്നാണ്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുമ്പോൾ മാക്സിമം നമ്മൾ പുറത്തേക്ക് വിടണം. ഈ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ടോക്സിൻസ്, ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ടോക്സിൻസ് ഉണ്ട്, നമ്മൾ ശ്വസിക്കുന്ന ഇപ്പോൾ ഇവിടെ ശുദ്ധ ഓക്സിജൻ ഒന്നും പ്യൂറായിട്ട് എവിടെയും കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ്, എന്ത് ചെന്നാലും ശരീരം അതിനെ ശുദ്ധീകരിച്ച് ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങ് പുറന്തള്ളുക ചെയ്യാം. അതിന് നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് കൂടുതൽ അസുഖങ്ങളൊന്നും വരാറില്ല. അപ്പം മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ശ്വാസത്തിന്റെ ഒരു ഗതി. നമ്മൾ ലെവലാക്കി വന്നു കഴിയുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന പല അസുഖങ്ങളും പല പ്രോബ്ലംസും പതുക്കെ നമ്മളിപ്പോൾ ഒരു മാസം ചിലപ്പോൾ എടുക്കാം, ചിലപ്പോൾ ഒരു 2 മാസം എടുക്കാം ചിലർക്ക്. അങ്ങനെയുള്ള എല്ലാ പതുക്കെ യോഗ ചെയ്യുന്ന ഒരാൾക്ക് തളർച്ച ഉണ്ടാവാൻ പാടില്ല. അയാള് എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കണം. അപ്പൊ നിങ്ങളോട്
ഏതെങ്കിലും ഒരു ചെറിയൊരു ആസനം ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ആസനം ചെയ്യുമ്പം നിങ്ങൾക്ക് കുറച്ച് തളർച്ചയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പം അവിടെ നിർത്തുക, ശവാസനത്തിൽ വിശ്രമിക്കുക. എന്നിട്ട് വീണ്ടും അത് നിങ്ങളുടെ ബോഡി അതിന് തയ്യാറായി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ആസനത്തിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെയാണ് യോഗയുടെ ഒരു യോഗ ചെയ്തു കഴിഞ്ഞാലായിരിക്കും അതിന് തളർച്ചയോ ക്ഷീണമോ തോന്നരുത്. യോഗ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഫുൾ ഊർജവാനാണ്. അപ്പം നമ്മൾ ഈ ഒരു മാസം കണ്ടിന്യൂ ഈ ഒരു യോഗ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോവാണ്. ആഴ്ചയിൽ 4 ദിവസം നമുക്ക് യോഗ ഉണ്ടാവുന്നതായിരിക്കും. അത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 4 ദിവസങ്ങളിൽ മാത്രമേ യോഗ ഉണ്ടായിരിക്കുകയുള്ളൂ. 3 ദിവസം നിങ്ങൾക്ക് റെസ്റ്റ്. പക്ഷെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ബാക്കി ദിവസങ്ങൾ നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ പ്രോഗ്രാം ഉണ്ടാവില്ല, ലൈവ് പ്രോഗ്രാമും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ ഒരു ഇൻട്രോ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ശ്വാസത്തിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് യോഗ ചെയ്യാം, അതാണ് വേണ്ടത്. മെയിനായിട്ട് നമ്മൾ ശ്വാസത്തിൽ എപ്പോഴും നമ്മുടെ ഒരു കോൺസെൻട്രേറ്റ് ആയിട്ട് നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള വസ്തു എന്താ? ഓക്സിജനാണ്. ഓക്സിജൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വെള്ളം, ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാം. ഇത് നമ്മൾ ഈ ഒരു ഓക്സിജന്റെ ഇൻടേക്ക് നമ്മുടെ ശരീരത്തിനകത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പല അസുഖങ്ങൾക്കും, നിങ്ങൾക്കിപ്പം ചിലർക്ക് അവിടെ ഇവിടെയൊക്കെ വേദന, പല ഇതും അവിടെ ഓക്സിജൻ എത്തിപ്പെടാത്തത് കൊണ്ടുള്ള വേദനകളാണ് മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു വേദന എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മുടെ ശ്വാസം ശ്രദ്ധിച്ച് ഓക്സിജൻ നമുക്ക് ഇൻടേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദനയോ പ്രോബ്ലമോ ഒന്നും ഉണ്ടാവില്ല. അപ്പം സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ ഈ യോഗയുടെ പേര് തന്നെ എന്താണ്? നിങ്ങളൊരു ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയോ, വീട്ടിൽ നിങ്ങളെ ആരും കേൾക്കുന്നില്ലയോ, സഹായിക്കുന്നില്ലയോ, നിങ്ങളോട് ആരും സംസാരിക്കുന്നില്ലയോ, ഞാൻ ഒരു ബിൽഡ് ചെയ്യാൻ പോകുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സംസാരിക്കാം. നിങ്ങളുടെ ഓരോരുത്തരെയും 20 പേരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം, നിങ്ങൾക്ക് വീഡിയോയിൽ വന്ന് സംസാരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇനി മുതൽ ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ യോഗ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. കുറെ അസുഖങ്ങൾക്കുള്ള മരുന്ന് ചിരിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഋഷിവര്യന്മാര് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അതിനെ മറന്നുപോയി. പക്ഷെ വിദേശത്തെ ആൾക്കാർ ഇതിന്റെ സംസ്കൃതത്തിലുള്ള കോപ്പിയുടെ ഇംഗ്ലീഷ് തർജ്ജമ ചെയ്ത് അവരവിടെ കൊണ്ടുപോയി അതിന്റെ പരീക്ഷണം നടത്തി അവരവിടെ അതിന്റെ ഗുണങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പം അവര് ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇപ്പം യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു പൈതൃകത്തിന്റെ ഒരു മെയിൻ ഭാഗം തന്നെയാണ്. യോഗ എന്ന് പറയുന്നതിന്റെ ചുരുക്കം ഒരു 2 വാക്ക് യോഗയെ കുറിച്ച് സംസാരിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൽ യോഗ എന്ന് പറയുന്നതിന് നമ്മുടെ ശരീരം നമ്മുടെ മനസ്സുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം. ഈ മനസ്സ് നമ്മുടെ ആത്മാവുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം. ആത്മാവ് പരമാത്മാവുമായിട്ട് താതാത്മ്യം പ്രാപിക്കണം. അതാണ് യോഗയുടെ മെയിൻ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ മാർഗങ്ങളുണ്ട്. ഇപ്പം പതഞ്ജലി മഹർഷി അതിന് നിശ്ചയിച്ചിരിക്കുന്ന അഷ്ടാംഗ മാർഗം എന്ന് പറയുന്നതിൽ യമനിയമങ്ങളുണ്ട്. അതായത് നമ്മുടെ യമം എന്ന് പറയുന്നതിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും, അതിനകത്ത് നിയമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്നതും പല്ലിയേക്കുന്നതും അങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും ഉൾപ്പെടുന്നതാണ് യമനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് ആസനങ്ങൾ. ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുന്ന യോഗയിൽ അതാണ് ആസനങ്ങൾ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പ്രാണായാമം. പ്രാണായാമത്തിന്റെ അടുത്ത സ്റ്റേജാണ് പ്രത്യാഹാരം, അത് കഴിഞ്ഞ് ധാരണ, പിന്നെ ധ്യാനം, പിന്നെ സമാധി. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഒരു നിശ്ചല അവസ്ഥയിൽ ശ്വാസം എടുക്കുന്നത് പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആനന്ദം, പരമാനന്ദം, അത് മാത്രമേ ഉള്ളൂ അവിടെ വേറെ ഒരു ചിന്തകൾക്കോ ഒന്നിനും ഒരു പ്രാധാന്യമില്ല. നിങ്ങളൊരു ആനന്ദ നിർവൃതിയിലാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയുന്ന ഒരു നിമിഷം. ആ ഒരു നിമിഷത്തേക്ക് നമ്മൾ
എത്തിച്ചേരുന്നതാണ് യോഗമാർഗങ്ങൾ. പക്ഷെ ഇന്ന് പല ബിസിനസ്സും പല പല കാര്യങ്ങളുമായിട്ട് ഇതിനെ യോഗയെ പല രീതിയിൽ വളച്ചൊടിച്ച് പല ആൾക്കാരും പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാര്യമാക്കണ്ട. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ആത്മാവുമായിട്ട് യോജിപ്പിക്കുക, ആ ആത്മാവിനെ പരമാത്മാവുമായിട്ട് യോജിക്കുക. പരമാത്മാവ് എന്ന് പറയുന്നത് പലരും പല പേരിൽ വിളിക്കുന്നു. എല്ലാവരും ഏത് പേരിൽ വിളിച്ചാലും, അള്ളാന്ന് വിളിച്ചാലും, യേശു എന്ന് വിളിച്ചാലും, ഗുരുനാനക്ജി എന്ന് വിളിച്ചാലും, കൃഷ്ണ എന്ന് വിളിച്ചാലും, അയ്യപ്പ എന്ന് വിളിച്ചാലും ഒക്കെ ചെന്നെത്തുന്നത് ആ ഒരു പരമ ചൈതന്യം, ഒരു സുപ്രീം സോൾ, പരമ ചൈതന്യം. ആ ചൈതന്യത്തിന്റെ ഒരു കണിക മാത്രമാണ് നമ്മളെന്ന് പറയുന്നത്. അതിന്റെ ഒരു അംശമാണ്. ആ ദൈവിക ഗുണങ്ങൾ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന സമയത്ത് ആ കുഞ്ഞിനുണ്ടാകുന്ന ഒരു പ്രഭയും ഒരു പ്രത്യേക ഓറയും ആ കുഞ്ഞിനുണ്ടാകുന്ന തിളക്കവും അതിനുള്ള നിഷ്കളങ്കയും അതൊക്കെ ജീവിതത്തിൽ പിന്നീട് മാറി 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 നമ്മളിൽ പല നെഗറ്റീവ്സും വന്ന് നിറഞ്ഞ് നമ്മുടെ സോള് മൊത്തം മലിനമാക്കപ്പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിൽ പിന്നെ നമുക്ക് രോഗങ്ങളും പ്രശ്നങ്ങളും ഇതും ഏറ്റവും ഇത് ക്യാൻസറിനൊക്കെ പറയുന്നത് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈർഷ്യ, ദേഷ്യം, വിദ്വേഷം ഇതൊക്കെ വെച്ച് പുലർത്തുന്ന ആൾക്കാർക്കാണ് മാക്സിമം അസുഖങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഹോസ്പിറ്റലൊക്കെ ഇപ്പം മാക്സിമം ബിസിനസ്സാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ അസുഖത്തിന് പോയി കഴിഞ്ഞാൽ അതിന് മരുന്ന് തരും, അടുത്ത അസുഖം വീണ്ടും വരാനുള്ളതും കൂടിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞ് പെട്ടെന്ന് നിങ്ങളെ പേടിപ്പിച്ച് ഇത് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഇത്ര ഭയപ്പെടുത്തിയിട്ട് നിങ്ങളെ അതിലേക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് പൈസയൊക്കെ ചെലവിട്ട് അങ്ങനെ പല ബിസിനസ് തന്നെയാണ്. ബിസിനസ് ആയിപ്പോയി. ഇപ്പൊ അതിന് സേവനം എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊരു ബിസിനസ് മോഡലായിപ്പോയി. അപ്പൊ അത് വിട്ടുകള. നമുക്ക് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആരോടെങ്കിലും നിങ്ങൾക്ക് വിദ്വേഷമോ വെറുപ്പോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ആ വ്യക്തിനെ ഫോണെടുത്ത് വിളിക്കുക. എന്നിട്ട് അദ്ദേഹത്തോട് ഒരു സോറി പറയാം. എന്നിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നാൽ മതി. കാരണം നമ്മുടെ മനസ്സ് പവിത്രമായി, ശുദ്ധമായി, സന്തോഷമായി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഇനിയുള്ള മുന്നോട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ക്ഷോഭമോ പ്രശ്നമോ വിദ്വേഷമോ ഒന്നും വരാൻ പാടില്ല. മൊത്തത്തിൽ നിങ്ങളൊരു പ്യൂർ സോളായിട്ട് വേണം എപ്പോഴും ഇവിടെ വന്നിരിക്കാം. അപ്പം എല്ലാരും ഒന്ന് ചിരിച്ചേ, എല്ലാരും ഒന്ന് സന്തോഷമായിട്ടൊന്നിരുന്നേ, ഒന്ന് ചിരിച്ചേ. എല്ലാരും ചിരിക്കുന്നുണ്ടോ? എന്താണ് ഭാഗ്യേശി എന്താ മിണ്ടാതിരിക്കുന്നത്? ഭാഗ്യേശി ഒന്ന് ആ ചിരിക്കൂ, ഒന്ന് മുഖത്തൊരു പ്രസാദം കൊണ്ടുവരൂ. ഇതാരാ അപ്പുറത്താരാ ഇരിക്കുന്നേ? അവിടെ ലളിതേച്ചി. ലളിതേച്ചി പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം ബേബി ആന്റി ഉണ്ടല്ലോ. ബേബി ആന്റി ഈ സുഖം തന്നെയല്ലേ? ബേബി ആന്റി ഒരു കാര്യം ചെയ്യൂ, നമ്മുടെ ഈ ഒരു യോഗ പരിപാടിയിലേക്ക് ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് സന്തോഷമായിട്ട് യോഗ ചെയ്യാം. വീട്ടിലുള്ള മക്കളെയും പിന്നെ കൊച്ചുമക്കളെയും ഒക്കെ ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമുക്കെന്നാൽ ഒരു ചെറിയ എക്സസൈസിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പം ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിന്റെ ഒരു ചെറിയ എക്സസൈസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നമ്മളിവിടെ മുക്കി എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക്. നമ്മൾ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അടുത്തതായി നമ്മൾ രണ്ട് സൈഡിലേക്കും കഴുത്തിനെ ചലിപ്പിക്കുക. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക്.
അടുത്തതായിട്ട് നമ്മൾ കഴുത്ത് ഒന്ന് ചെറുതായിട്ട് കറക്കുവാണ്. സ്പീഡിൽ ആരും ചെയ്യരുത്. ഇതൊക്കെ ചെയ്യുന്നത് വളരെ പതുക്കെയായിരിക്കണം. ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന് ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്ത് ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പുറകിലെ കൂടി വീണ്ടും ഈ വശത്തേക്ക്. ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. അടുത്തത് അത് നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഈ വശത്തു നിന്ന് ശ്വാസം എടുത്ത് നമ്മൾ ഇപ്പോൾ 10 തവണയെ ചെയ്യുന്നുള്ളൂ. 10 തവണ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി വിശ്രമിക്കുക. കുറച്ചു നേരം നിങ്ങൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കണ്ണടച്ച് വിശ്രമിക്കുക. ഇനിയിപ്പം ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കിടക്കാം. ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കസേര എടുത്തിരിക്കാം. ഇപ്പം ഒരാൾ ബെഡിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബെഡിൽ കിടന്നുകൊണ്ടും യോഗ ചെയ്യാം. യോഗയ്ക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കണമെന്നോ ഓടണമെന്നോ ചാടണമെന്നോ, യോഗ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിൽ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു വരണം. അതാണ് യോഗയുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ കിടക്കയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നടക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിലും ഇരുന്നു കൊണ്ട് യോഗ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന യോഗ വെറും സിമ്പിളായിട്ടുള്ള ഏറ്റവും പ്രായം ചെന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ് എന്ന് കരുതി ഇത് ചെറിയ കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ലെന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴുത്തിൻ്റെ എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൈയുടെ എക്സസൈസ് ചെയ്യാം. കൈ ഒന്ന് പതുക്കെ മുന്നിലോട്ട് കൊണ്ടുവന്ന് ഒന്ന് കറക്കുക. പറ്റുന്നത് മാതിരി ചെയ്താൽ മതി കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. കൈ പതുക്കെ കൈ ഒന്ന് കറക്കുക. ഇതും നിങ്ങൾ 10 തവണ ചെയ്യാം. അപ്പം ഇത് 10 തവണ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് 10 തവണ ചെയ്യാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കൈമുട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ജോയിൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കഴുത്തിൻ്റെ ഇത് കഴിഞ്ഞു, അടുത്ത ഷോൾഡർ, അടുത്ത കൈമുട്ടിൻ്റെ 2 മുട്ടിലേക്കും 1 2 1 2 1 2 1 2 1 2 1 2. ഇത് ചെയ്യുമ്പം അകത്തേക്ക് വരുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക. അടുത്തതായിട്ട് ഇത് 10 തവണ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൈ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം എടുക്കുമ്പോൾ കൈ മുട്ടി ചുരുട്ടി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ നിവർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുട്ടി ചുരുട്ടി പിടിക്കുക. ഓക്കെ, ഇതും 10 തവണ ചെയ്യുക. 10 തവണ ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയാണോ അവിടെ മലർന്ന് കിടക്കുക. നമ്മൾ ശവാസനത്തിൽ കിടന്നിട്ട് വിശ്രമിക്കുക, പൂർണ്ണ വിശ്രമം. അടുത്തതായിട്ട് ഇത് കിടന്നുകൊണ്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലെ എഴുന്നേറ്റിരുന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മൾ കാലിൻ്റെ വിരലാണ്, വിരല് മാത്രം ഒന്ന് അനക്കുക. കാലിൻ്റെ വിരല് ഒന്ന് അനക്കി കൊടുക്കാം. ശ്വാസം എടുക്കുമ്പോൾ വിരലകത്തേക്ക്, ശ്വാസം വിടുമ്പോൾ പുറത്തേക്ക്, ശ്വാസം എടുക്കുമ്പോൾ അകത്തേക്ക് പുറത്തേക്ക്. ഇത് നമ്മൾ 10 തവണ ചെയ്യാം.
1 2 3 4 5 6 7 8 9 10. അടുത്തതായിട്ട് കാലിൻ്റെ കുഴ, കാൽക്കുഴ, അതായത് മടമ്പ് നിവർത്തുക. അടുത്തതായിട്ട് കാൽമുട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. വെറുതെ കാലിങ്ങനെ മടക്കുക, നിർത്തുക, കാല് മടക്കുക, നിർത്തുക, മടക്കുക, നിർത്തുക, മടക്കുക, നിർത്തുക, മടക്കുക, നിർത്തുക, മടക്കുക, നിർത്തുക. രണ്ട് കാലം ഒന്നിച്ച് മടക്കുക, നിർത്തുക, മടക്കുക, നിർത്തുക. ഇതും 10 തവണ ചെയ്തിട്ട് ശവാസനത്തിൽ വിശ്രമിക്കുക. വിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. പുറത്തുള്ള ശബ്ദങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ശരീരത്തിലേക്ക് ശുദ്ധ പ്രാണനകത്തേക്ക് പോകുന്നു, അശുദ്ധമായ പ്രാണൻ പുറത്തേക്ക് പോകുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾ കുറച്ച് വിശ്രമമായെങ്കിൽ എപ്പോഴും എഴുന്നേൽക്കുമ്പം നമ്മൾ വലതുവശം മുട്ട് ഇങ്ങനെ കുത്തുക, വലതുവശം ചെരിയുക. വലതുവശം ചെരിഞ്ഞതിന് ശേഷം ഈ കൈ പുറകോട്ട് കൊണ്ടുപോവുക, ഈ ഇടത് കൈ കുത്തുക. എപ്പോഴും നമ്മൾ വലതുവശം ഇടത് കൈ കുത്തിയിട്ട് വലത് കൈ കുത്തിയിട്ട് നമ്മൾ പതുക്കെ എഴുന്നേറ്റിരിക്കാൻ പാടില്ല. ഒരിക്കലും ചാടി എഴുന്നേൽക്കാൻ പാടില്ല. ഓക്കെ. ഇനി നമ്മൾ ആദ്യം ചെയ്ത അത് തന്നെ നാഡീശോധന പ്രാണായാമം ഒരിക്കൽ കൂടി ചെയ്യാം. നിങ്ങൾക്ക് മുദ്ര പിടിക്കണമെങ്കിൽ പിടിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ ഇതാണ് ശരിക്ക്, ഇതാ ഇങ്ങനെയാണ് പിടിക്കുക. ഇത് നെറ്റിയുടെ പിടിയും ഇത് ഇങ്ങനെയും. ഇനി നമ്മുടെ നട്ടെല്ലിന് വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയൊരു ഇതാണ്. പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഒന്ന് മുട്ടിൻ്റെ അവിടെ പിടിച്ചിട്ട് പതുക്കെ പുറകോട്ട് നോക്കുക, പിന്നെ പതുക്കെ പുറത്തെ വശത്തേക്ക് നോക്കുക, പുറത്തേക്ക് നോക്കുക, പതുക്കെ പതുക്കെ. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് നേരം ഓം ചാറ്റ് ചെയ്യാം. ഓം ചാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ചാറ്റ് ചെയ്യണ്ട. ആ ഊ ഓ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് ഓം എന്ന് ഉച്ചരിക്കുക. ഇത് നിങ്ങൾ ഇരുന്നുകൊണ്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ചെയ്യാം, കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. പിന്നെ നമ്മൾ തറയിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റോ എന്തെങ്കിലും ഇട്ടിട്ടിരിക്കണം. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മുടെ ഇവിടെ കുറച്ച് നേരത്തിനകത്ത് തീരുകയാണ്.
അടുത്ത ക്ലാസ് നാളെ സെയിം ടൈമിന് ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് നേരത്തെ തന്നെ മീറ്റിങ്ങിൽ കയറാൻ നോക്കുക. നമ്മുടെ ഒരു സന്തോഷം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും യോഗ ചെയ്യാൻ നോക്കണം. അപ്പം എല്ലാവരും ഒന്ന് ചിരിച്ചേ, എല്ലാവരും ഒന്ന് ചിരിച്ചേ സന്തോഷമായിട്ട്. എങ്ങനെയാ ചിരിക്കുക? നമ്മൾ ഒന്ന് അട്ടഹസിച്ച് ചിരിച്ചേ. നല്ലോണം അട്ടഹസിച്ച് ചിരിക്കൂ. സന്തോഷം മുഖത്ത് പ്രസരിച്ച് അത് ശബ്ദമായിട്ട് പുറത്തേക്ക് വരണം. അപ്പൊ നമ്മുടെ ലങ്സൊക്കെ ഒന്ന് നല്ലോണം ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഹോർമോൺസ് ഉണ്ടാവും, നല്ല ഹോർമോൺസ് ഉണ്ടാവും ശരീരത്തിനത്. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? അപ്പം ഇനി നമുക്ക് നാളെ കാണാം. നമ്മളെ ഇന്നത്തെ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമുദച്ഛയ പൂർണ്ണസ്യ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.